മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയിൽ നിന്നാണ്. മാർച്ച് മാസം പ്രത്യേകമായി നമ്മുടെ മനസ്സിൽ വിശ്വാസികളുടെ ജീവിതത്തിൽ കടന്നു വരുന്നൊരു ദൃഷ്ടാന്തം, ഒരു മധ്യസ്ഥമാണ് വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റേത്. യൗസേപ്പ് നീതിമാനായിരുന്നു. നീതിമാനായ യൗസേപ്പ് എന്നാണ് വിശുദ്ധ ഗ്രന്ഥം വിശുദ്ധ യൗസേപ്പ് പിതാവിനെ, മറിയത്തിൻ്റെ വിരക്ത ഭർത്താവും യേശുവിൻ്റെ വളർത്തുപിതാവുമായ യൗസേപ്പ് പിതാവിനെ കുറിച്ച് പറയുന്നത്. ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കാണുകയാണ്. കഴിഞ്ഞ ദിവസം കണ്ടു, ഒരു കുടുംബത്തിൻ്റെ ഭാരം മുഴുവൻ വഹിക്കാൻ വിദേശത്ത് പോയ പിതാവ് അവിടെ കുടുങ്ങിക്കിടക്കുമ്പോൾ ഇതാ പ്രശ്നപരിഹാരമില്ല എന്നുള്ള തെറ്റായ നിഗമനത്തിൽ ലഹരിക്ക് കൂടെ അടിപ്പെട്ട മകൻ ആ കുടുംബത്തെ മുഴുവൻ വകവരുത്തി ചുറ്റിക കൊണ്ടടിച്ച് 5 പേരെ കൊല്ലുകയും ഒരാൾ ഗുരുതരാവസ്ഥയിൽ അവൻ ആത്മഹത്യയ്ക്ക് ഒരുങ്ങുകയും ചെയ്തു. ഇന്ന് പത്രത്തിൽ മറ്റൊരു വാർത്ത കണ്ടു, ഞെട്ടിക്കുന്ന വാർത്തകളാണ്. റെയിലിൽ മരിക്കാനൊരുങ്ങിയവനെ, ആത്മഹത്യക്ക് ശ്രമിച്ചവനെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന ആളെ ആ 19കാരൻ വെട്ടിക്കൊന്നു. ഇതെന്താ കേരളം ഒരു ആത്മഹത്യയുടെ നാടാണോ? ഇന്നലെ ഒരു വീട്ടമ്മ രാവിലെ 5:30 മണിക്ക് 9 വയസ്സും മറ്റുള്ള 2 കുട്ടികളെ ചേർത്ത് പിടിച്ച് ട്രെയിനിൽ ചാടി മരിച്ചു. ആത്മഹത്യ ഒരു പരിഹാരമല്ല. ആത്മഹത്യ ചെയ്തവർ ഒന്നിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ടില്ല. മാർച്ച് മാസം ചൂട് കൂടുതലുള്ള മാസമാണ്. ധാരാളം വെള്ളം കുടിക്കണം. ഇനി ചൂടുമായിട്ട് ബന്ധപ്പെട്ട ഉഷ്ണരോഗങ്ങൾ, അതുപോലെ മാനസികമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കുകയും ഡോക്ടർ കൺസൾട്ടേഷൻ ആവശ്യമാണെങ്കിൽ അതെല്ലാം കൗൺസിലിങ്ങും ചികിത്സകളൊക്കെ ആവശ്യമുള്ളത് തേടുകയും ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ മാർച്ച് മാസം യൗസേപ്പ് പിതാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ പ്രതിസന്ധികളിലൊന്നും ഇതാ ജീവിതം അവസാനിപ്പിക്കുകയോ ഒളിച്ചോടുകയല്ല യൗസേപ്പ് പിതാവ് ചെയ്തത്. യൗസേപ്പ് പിതാവ് പ്രതിസന്ധികളിൽ ദൈവഹിതം നിറവേറ്റി. സ്വപ്നത്തിൽ കണ്ട കാര്യം പോലും നിറവേറ്റുവാൻ ദൈവികമായ ഒരു തീക്ഷ്ണതയും വിശുദ്ധിയുമുള്ള വ്യക്തിയായിരുന്നു വിശുദ്ധ യൗസേപ്പ് പിതാവ്. എൻ്റെ അമ്മ തൻ്റെ ജീവിതകാലത്ത്, ഞങ്ങളൊക്കെ ചെറുതായിരിക്കുമ്പോൾ ചിലപ്പോൾ ചില ദിവസങ്ങളിൽ ഏതെങ്കിലും കാരണം കൊണ്ട് പ്രാർത്ഥന ചുരുക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുമ്പോൾ അമ്മ സമ്മതിക്കത്തില്ല. യൗസേപ്പ് പിതാവിൻ്റെ പ്രാർത്ഥന ചുരുക്കാൻ പാടില്ല, അത് വേറെ കാര്യം, കുടുംബ പ്രാർത്ഥന. യൗസേപ്പ് പിതാവിൻ്റെ ജപം ചൊല്ലാതിരിക്കാൻ അമ്മ സമ്മതിക്കത്തില്ല. ഭാഗ്യപ്പെട്ട വിശുദ്ധ യൗസേപ്പ് പിതാവെ, ഞങ്ങളുടെ അനർത്ഥങ്ങളിൽ അങ്ങേപ്പക്കൽ ഓടി വന്നങ്ങേ എന്ന് തുടങ്ങുന്ന യൗസേപ്പ് പിതാവിനോടുള്ള പ്രാർത്ഥന പറയും. അപ്പന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, കുടുംബനാഥന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. യൗസേപ്പ് പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ കുടുംബത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്ന അപ്പന് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുകയാണ്. അത് മുടക്കാൻ പാടില്ലെന്നാണ് അമ്മ പറയുന്നത്. അപ്പോൾ ആ പ്രാർത്ഥന സാമാന്യം ചെറുതല്ല, വലിയ പ്രാർത്ഥനയാണെങ്കിലും അത് ചൊല്ലിക്കുന്നതിൽ അമ്മക്കൊരു നിഷ്കർഷ ഉണ്ടായിരുന്നു. കാരണം അപ്പൻ്റെ സ്ഥാനം അപ്പന് തന്നെ കൊടുക്കണം. അപ്പോൾ 2 കൊരിന്ത്യർ 9:1 പറയുന്നു, വിശുദ്ധർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് എഴുതേണ്ടതില്ല, നിങ്ങളുടെ സന്നദ്ധത എനിക്ക് ബോധ്യമുള്ളതാണ്. അതുകൊണ്ട് വിശുദ്ധരെ ബഹുമാനിക്കണം. എഫേസ്യർ 1:18 പറയുന്നുണ്ട്, ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്നറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. വിശുദ്ധ തോമസ് അക്വിനാസ് പഠിപ്പിക്കുന്നുണ്ട്, ചില വിശുദ്ധർക്ക് ചില പ്രത്യേക കാര്യങ്ങളിൽ പ്രത്യേകമായിട്ട് നമ്മളെ സഹായിക്കുവാനായിട്ട് സാധിക്കും. കൊളോസ്സോസ് 1:12 പറയുന്നുണ്ട്, പ്രകാശത്തിൽ വിശുദ്ധരോട് പങ്കുചേരാനുള്ള അവകാശത്തിന് നമ്മെ യോഗ്യരാക്കിയ പിതാവിന് കൃതജ്ഞത അർപ്പിക്കും വിശുദ്ധരോടൊപ്പം. അതുകൊണ്ട് നീതിമാനായ യൗസേപ്പ് പിതാവ് നമ്മുടെ ജീവിതത്തിന് മാതൃകയാണ്. ഓരോ തൊഴിലാളികൾക്കും മധ്യസ്ഥനായിട്ട് തിരുസഭ യൗസേപ്പ് പിതാവിനെ തരുന്നു. ഞാനിന്ന് പ്രത്യേകമായിട്ട് പറയുന്നത് വണക്കമാസം, യൗസേപ്പ് പിതാവിൻ്റെ വണക്കമാസം ആരംഭിക്കുന്ന ഒരു മാസമാണ്. അപ്പോൾ ഇന്ന് പല കുടുംബങ്ങളിൽ നിന്ന് അതെല്ലാം പടിയിറങ്ങി. എന്നാൽ
ഒന്ന് വണക്കമാസ പുസ്തകം കയ്യിലെടുക്കും. ഇന്ന് തൊട്ട് യൗസേപ്പിതാവിൻ്റെ മാതൃക അനുസരിക്കാനും യൗസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം പ്രാർത്ഥിക്കാനും ഒന്ന് പരിശ്രമിക്കൂ. ഇന്ന് തൊട്ടെങ്കിലും ഒന്ന് വണക്കമാസം ചൊല്ലും. ഞങ്ങളൊക്കെ നവീകരണ ജീവിതത്തിലേക്കൊക്കെ കടന്നു വരുന്നതിന് മുമ്പ് ഞങ്ങളെയൊക്കെ കുടുംബത്തെയൊക്കെ താങ്ങി നിർത്തിയിരുന്ന പ്രാർത്ഥനകളാണ് ഈ വണക്കമാസങ്ങൾ. മെയ് മാസ വണക്കവും യൗസേപ്പിതാവിൻ്റെ മധ്യസ്ഥവും മരിച്ചവർക്ക് വേണ്ടിയുള്ള അവരുടെ വണക്കമാസവും ഈശോയുടെ തിരുഹൃദയ വണക്കമാസം എല്ലാം ചൊല്ലി പ്രാർത്ഥിക്കും. അതിൽ നിന്ന് പല കഥകളും സംഭവങ്ങളും വചനങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ അതൊരു ആത്മീയാഭിഷേകമായിരുന്നു. അങ്ങനെ അവസാനം ചൊല്ലിത്തീരുന്ന ദിവസം വളരെ ആഘോഷത്തോടെ പച്ച പൂക്കളൊക്കെ ഇലകളും പൂക്കളും ഒക്കെ നടയിൽ പറിച്ചു വെച്ച് ഒരു മുല്ലപ്പൂ മാലയും അപ്പം വാങ്ങിച്ചുകൊണ്ട് വരും. സാധിക്കുമെങ്കിൽ അന്ന് അവിടെ കിട്ടുമ്പോൾ അതൊക്കെ കിട്ടുമായിരുന്നു. ഞങ്ങൾ കോർത്ത് മുല്ലപ്പൂ മാലയൊക്കെ ഇടുമായിരുന്നു. അങ്ങനെ അതൊക്കെ ഒരു വീട്ടിൽ വളർത്തുന്ന നാടൻ കോഴിയെ ഓടിച്ചിട്ട് പിടിച്ച് ആ കോഴിക്കറിയൊക്കെ ഉണ്ടാക്കി എല്ലാവരും കൂടെ ഒരു വിരുന്ന്, ഒരു അഭിഷേകം, ഒരു അനുഭവമായിരുന്നു വണക്കമാസമൊക്കെ ചൊല്ലി തീർക്കുന്ന ദിവസം. അപ്പോൾ എന്തെല്ലാം പോരായ്മകളും ഏറ്റക്കുറച്ചിലുണ്ടെങ്കിലും എല്ലാം മാറ്റിവെച്ച് കുടുംബം ഒന്നാകുന്ന ദിവസങ്ങളായിരുന്നു പ്രാർത്ഥനയിൽ വണക്കമാസ ദിവസം. അതുകൊണ്ട് നമ്മുടെ വണക്കമാസ പുസ്തകങ്ങളൊക്കെ പൊടി തട്ടിയെടുത്ത് ഇന്നു മുതൽ യൗസേപ്പിതാവിൻ്റെ സ്തുതിക്കും ബഹുമാനത്തിനുമായിട്ട് യൗസേപ്പിതാവിൻ്റെ മധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ട് വണക്കമാസമൊക്കെ ചൊല്ലി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. യാക്കോബ്സിയുടെ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. നീതിമാൻ്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകമാണ്. യൗസേപ്പ് ആയിരുന്നു എന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. ഈജിപ്ത് മുഴുവൻ ക്ഷാമത്തിലായപ്പോൾ ഫറവോ ഇതാ നമുക്ക് യൗസേപ്പിൻ്റെ അടുക്കൽ പോകാം എന്നുള്ള ആ മൊഴികൾ ഇന്ന് പ്രതിസന്ധികളിലൂടെ, ആത്മഹത്യകളിലൂടെ, ഞെരുക്കങ്ങളിലൂടെ, കടബാധ്യതകളിലൂടെ, കുടുംബ പ്രശ്നങ്ങളിലൂടെ, തൊഴിൽ നഷ്ടങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വികസനം ത്വരിതഗതിയിൽ മുന്നിട്ട് ദരിദ്രർ കൂടുതൽ ദരിദ്രരും ധനവാൻ കൂടുതൽ ദരിദ്രരുമായി തീരുമ്പോൾ, ബന്ധങ്ങളുടെ കണ്ണികൾ അകന്നകന്നു പോകുമ്പോൾ ഇതാ യൗസേപ്പിതാവിൻ്റെ സഹായം, മധ്യസ്ഥം, യൗസേപ്പിതാവിൻ്റെ സ്മരണ നമുക്ക് ഒത്തിരി ഉപകരിക്കും. അതുകൊണ്ട് ഈ മാർച്ച് മാസത്തിൽ നമുക്ക് യൗസേപ്പിതാവിൻ്റെ മധ്യസ്ഥത്തെ മുറുകെ പിടിക്കാം. നീതിമാനായ വിശുദ്ധ യൗസേപ്പ് തിരുക്കുടുംബ പാലകൻ നമ്മുടെ കുടുംബങ്ങളുടെ സംരക്ഷണവും കുടുംബത്തിന് വേണ്ടി ജോലിയെടുക്കുന്ന ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കാം. നസ്രത്തിൽ ദൈവപുത്രനും കന്യാമേരിയും താതൻ യൗസേപ്പും ചേർന്നൊരുക്കിയ സൽക്കുടുംബത്തിൻ മാതൃക എത്ര മോഹനം. എന്തിനും ഏതു നേരവും ദൈവചിന്തയോടെ ഇരുന്നവർ ധൂപതുല്യമുയർന്നു പ്രാർത്ഥന ആ കുടുംബത്തിൻ വേദിയിൽ. നസ്രത്തിൽ ദൈവപുത്രനും കന്യാമേരിയും താതൻ യൗസേപ്പും ചേർന്നൊരുക്കിയ സൽക്കുടുംബത്തിൻ മാതൃക എത്ര മോഹനം. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ 2-3 വാക്യം. വിശുദ്ധർ ലോകത്തെ വിധിക്കുമെന്ന് നിങ്ങൾക്ക് അറിവില്ലേ? അതുകൊണ്ട് വിശുദ്ധരുടെ മാധ്യസ്ഥം വേണ്ടെന്ന് വെക്കാൻ, ഉപേക്ഷിക്കാൻ നമുക്കൊരിക്കലും ആകത്തില്ല. നിങ്ങൾ ലോകത്തെ വിധിക്കേണ്ടവരായിരിക്കെ നിസ്സാര കാര്യങ്ങളെക്കുറിച്ച് വിധി കൽപ്പിക്കാൻ അയോഗ്യരാകുന്നത് എങ്ങനെ? ദൂതന്മാരെ വിധിക്കേണ്ടവരാണ് നാം എന്ന് നിങ്ങൾക്കറിവില്ലേ? അങ്ങനെയെങ്കിൽ ഐഹിക കാര്യങ്ങളെപ്പറ്റി പറയാനുണ്ടോ? യോഹന്നാൻ 10:35 പറയുന്നുണ്ട്, ദൈവവചനം ആരുടെ അടുക്കലേക്ക് വന്നോ അവരെ അവിടുന്ന് ദൈവങ്ങളെന്ന് വിളിച്ചു. ദൈവത്തെ കരങ്ങളിലെടുത്ത, ദൈവത്തെ താരാട്ടിയ, ദൈവത്തെ പരിപാലിച്ച, ദൈവത്തിൻ്റെ കൂടെ നടന്ന വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ മധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മാർച്ച് മാസം പലവിധ പ്രതിസന്ധികളും വെല്ലുവിളികളും പ്രയാസങ്ങളും നമ്മുടെ മുൻപിലുണ്ട്. അതെല്ലാം ആ തിരുക്കുടുംബ പാലകൻ്റെ മധ്യസ്ഥം വഴി
തിരുഹൃദയനാഥന് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കരം പിടിച്ച്, യേശുവിൻ്റെ കരം പിടിച്ച് നസ്രത്തിലെ തിരുക്കുടുംബത്തിൽ യൗസപിതാവും മാതാവും മുന്നേറിയതുപോലെ ഈ വിശുദ്ധരുടെ മാധ്യസ്ഥത്തിലൂടെ യേശുവിൻ്റെ സന്നിധിയിലേക്ക് നമുക്കും ഓടിയണയാം. എല്ലാ പ്രയാസങ്ങൾക്കും എല്ലാ ദുഃഖങ്ങൾക്കും ഒരു പരിഹാരമുണ്ട്. ഒരു താഴിനൊരു താക്കോലുള്ളതുപോലെ ദൈവം ഓരോ പ്രയാസങ്ങൾക്കും ഓരോ ദുഃഖങ്ങൾക്കും ഓരോ സങ്കടങ്ങൾക്കും ഒരു പരിഹാരം മുന്നിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ദൈവ ആശ്രയത്തിൽ മുന്നോട്ട് പോകാം. യെശയ്യാ 40:29-30 പറയുന്നുണ്ട്, കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു. അവർ ഓടിയാൽ തളരുകയില്ല, നടന്നാൽ ക്ഷീണിക്കുകയില്ല. ഓടിയാലും നടന്നാലും എന്തു ചെയ്യും? ദൈവം അവരെ താങ്ങും. ഈ വചനത്തിൽ ആശ്രയിച്ച് ഈ പിതാവിനെ പോലെ ദൈവകൃപയിൽ ആശ്രയിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.